Good morning everyone. So welcome back to the third module of electrodynamics, transient currents. So what is transient currents? Okay, so currents that are not steady with time but varies with time and tend to reach the steady state are called transient currents. ഓക്കെ സോ നമുക്കറിയാം നമ്മളൊരു ഡി സി കറണ്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സപ്പോസ് നമ്മളൊരു സർക്യൂട്ട് എടുക്കുന്നു സർക്യൂട്ടിൽ ഒരു ഡി സി വോൾട്ടേജ് ഉണ്ട് അതേപോലെ തന്നെ അവിടെ ഒരു റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ സോ അത്തരം കേസിൽ നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ തന്നെ അവിടെ എന്ത് ചെയ്യുന്നു അത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് മാറുന്നു ഓക്കെ ഇനി നമ്മൾ അതിന് പകരം അവിടെ ഒരു ഇൻഡക്ടർ കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നതിന് പകരം ഇത്തിരി സമയം എടുത്തുകൊണ്ടായിരിക്കും അത് അറ്റൈൻ ചെയ്യുന്നത് സോ ഇത്തരത്തിൽ സ്റ്റഡി അല്ലാത്ത വേരി ചെയ്യുന്ന ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന എങ്ങോട്ട് വേരി ചെയ്യുന്ന വെറുതെ വേരി ചെയ്തുകൊണ്ടേയിരുന്നാൽ പോരാ നമ്മുടെ സിയെ പോലെ അങ്ങനെ വേരി ചെയ്യുന്ന ആ അർത്ഥത്തിലല്ല നമ്മൾ പറയുന്നത് കറണ്ടിനനുസരിച്ച് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന കറണ്ടാണ് ബട്ട് ദ ടെൻഡ് ടു റീച്ച് എ സ്റ്റഡി സ്റ്റേറ്റ് ആർ കോൾഡ് the transient currents. Okay. സോ നമുക്ക് വ്യത്യസ്ത ട്രാൻസിയന്റ് സർക്യൂട്ടുകളെ ഈ മൊഡ്യൂളിൽ പരിചയപ്പെടാം അവരുടെ ട്രാൻസിയന്റ് കറൻസിന്റെ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം നമ്മുടെ ട്രാൻസിയന്റ് റെസ്പോൺസ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് സിംഗിൾ എനർജി ട്രാൻസിയൻസ് ആൻഡ് ഡബിൾ എനർജി ട്രാൻസിയൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇൻഡക്ടറുകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലായിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് മീൻസ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണല്ലോ ബാക്ക് EMF ഉണ്ടാകുന്നത് നേരെ മറിച്ച് കപ്പാസിറ്ററുകളിൽ ഫീൽഡായിട്ടാണ് അല്ലേ രണ്ട് പ്ലേറ്റുകളിൽ ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്നു ആ ചാർജുകൾ അവർക്കിടയിൽ ഫീൽഡായിട്ട് മാറുന്നു അങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ടാണ് കപ്പാസിറ്ററുകളിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നത് സോ കപ്പാസിറ്ററുകളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആയിട്ടും ഇൻഡക്ടറുകളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ആയിട്ടും എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു സോ കപ്പാസിറ്റർ ഇൻവോൾവ്ഡ് ആണെങ്കിൽ കപ്പാസിറ്റർ മാത്രം ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡക്ടർ മാത്രം ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസിയന്റ് റെസ്പോൺസിന് പറയുന്ന പേരാണ് സിംഗിൾ എനർജി ട്രാൻസിയൻസ് ഫോർ എക്സാമ്പിൾ LR RC ഈ സർക്യൂട്ടുകളിലൊക്കെ തന്നെ ഒന്നെങ്കിൽ L അല്ലെങ്കിൽ C മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി മാത്രമേ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി മാത്രമേ ഇൻവോൾവ്ഡ് ആകുന്നുള്ളൂ ഇനി രണ്ടും ഇൻവോൾവ്ഡ് ആണെങ്കിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും ഉണ്ടെങ്കിൽ രണ്ട് എനർജിയും ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയും ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയും ഒരേ സമയം ഇൻവോൾവ്ഡ് ആകുന്നുണ്ട് സോ അത്തരത്തിലുള്ള ട്രാൻസിയന്റ് റെസ്പോൺസുകൾ വിളിക്കുന്ന പേരാണ് ഡബിൾ എനർജി ട്രാൻസിയൻസ് ഓക്കെ So first the LR circuit. What is LR circuit? A circuit containing the inductance and a resistor. The inductor and a resistor. Okay. So നമുക്ക് നോക്കാം ഇവിടെ ഒരു EMF E ഉണ്ട് അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട് അതേപോലെ തന്നെ ഒരു റെസിസ്റ്റർ ഉണ്ട് സീരീസ് ആയിട്ടൊരു ഇൻഡക്ടർ ഉണ്ട് ഒരു സ്വിച്ചും ഉണ്ട് അല്ലെ സർക്യൂട്ട് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്വിച്ചും ഉണ്ട് നമുക്കറിയാം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പ് കറണ്ട് 0 ആണ് അല്ലേ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറണ്ട് ഗ്രോ ചെയ്യുന്നു അല്ലേ കറണ്ട് 0-യിൽ നിന്നും അതിൻ്റെ മാക്സിമത്തിലേക്ക് ഗ്രോ ചെയ്യുന്നു പക്ഷെ നമുക്കറിയാം കറണ്ട് സ്വിച്ച് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വേരിയേഷൻ ആണ് അല്ലേ ഇങ്ങനെ വേരി ചെയ്യുന്ന കറണ്ട് വരുന്ന സമയത്ത് ഇൻഡക്ടറിൽ ഒരു ബാക്ക് EMF ജനറേറ്റ് ചെയ്യപ്പെടും അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ദ ബാക്ക് EMF ഈസ് ഈക്വൽ ടു മൈനസ് LdI/dt ഓക്കെ സോ മൈനസ് LdI/dt എന്ന് പറയുന്ന ഒരു കറണ്ട് ഗ്രോ ചെയ്യുന്നു ഓക്കെ സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ നോക്കൂ നമ്മുടെ കിർച്ചോഫ് വോൾട്ടേജ് ലോ അനുസരിച്ച് നമുക്കറിയാം ഇതിനെ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ E മൈനസ് അല്ലെ പ്ലസ് E എന്ന് വരും പ്ലസ് E മൈനസ് IR മൈനസ് LdI/dt ഈസ് ഈക്വൽ ടു 0 മീൻസ് E ഈസ് ഈക്വൽ ടു IR പ്ലസ് LdI/dt ഓക്കെ സോ നമുക്കറിയാം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ കറണ്ട് എന്തായിട്ട് മാറും അതിൻ്റെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ I0 ആയിട്ട് മാറുന്നു സോ വെൻ I becomes I0 what is di by dt
current constant ആയിട്ട് മാറി അല്ലേ. So di by dt is 0. So L di by dt or the back EMF also becomes 0. So നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? is equal to I0 into R plus 0 എന്നായിട്ട് മാറും. Means is equal to I0 R. So this E is equivalent to I0 into R. So നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഇക്വേഷനെ ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. I0 R is equal to IR plus L di by dt അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ആവശ്യം, നമ്മുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോ ചെയ്യുന്ന ട്രാൻസിയന്റ് ആയിട്ടുള്ള കറണ്ടിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. സോ അതിനു വേണ്ടി നമുക്കറിയാം ഡി ഐ ബൈ ഡി ടി ഉണ്ട്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം നമുക്ക് കറണ്ടിനുള്ള ഇക്വേഷൻ ഐ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാൻ കഴിയുകയുള്ളൂ. സോ അതിനു വേണ്ടി നമ്മൾ ചില റീഅറേഞ്ച്മെന്റ്സ് ചെയ്യുകയാണ്. സോ I0 ഈ IR നമ്മൾ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. സോ R into I0 minus I is equal to L di by dt. Now again rearranging di by I0 minus I is equal to R by L into dt. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇക്വേഷൻ അല്ലെ ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ഇന്റഗ്രേറ്റിംഗ് ഡി ഐ ബൈ ഐൻ്റെ ഇന്റഗ്രൽ നമുക്കറിയാം ലോഗ് ഐ ആണ്. ലോഗ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോഗാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നാച്ചുറൽ ലോഗാണ്. എൽ എൻ എന്ന് നമുക്ക് എഴുതാം. ലോഗ് ടു ദ ബേസ് ഇ ആണ്. സോ നാച്ചുറൽ ലോഗ് മൈനസ് ഓഫ് നാച്ചുറൽ ലോഗ് I0 മൈനസ് ഐ is equal to R by L into ഡി ടിയുടെ ഇന്റഗ്രൽ ടി ആണ് അല്ലെ. ടി പ്ലസ് ഇതൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആയതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സിയും കൂടെ വേണം. നമുക്ക് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ സി കണ്ടുപിടിക്കണം. സോ നമ്മൾ അതിന് വേണ്ടി ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. വെൻ ടി is equal to 0 നമുക്കറിയാം സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ I is equal to 0. സോ അതുകൊണ്ട് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, മൈനസ് ലോഗ് I0 മൈനസ് 0 എന്നായിട്ട് മീൻസ് മൈനസ് ലോഗ് I0 is equal to ടി 0 ആണല്ലോ, അതുകൊണ്ട് തന്നെ 0 പ്ലസ് സി എന്നായിട്ട് മാറും. മീൻസ് സി is equal to മൈനസ് ഓഫ് ലോഗ് I0. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും നോക്കൂ, മൈനസ് ഓഫ് ലോഗ് I0 മൈനസ് I is equal to R by L into T മൈനസ് ലോഗ് I0. സോ നോക്കൂ ഈ ഇക്വേഷനിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടി വീണ്ടും ചില റീഅറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യുകയാണ്. മൈനസ് ലോഗ് I0 നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. സോ പ്ലസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി നമ്മൾ ടോട്ടൽ ആയിട്ട് നെഗറ്റീവ് സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറുന്നു. ലോഗ് I0 മൈനസ് ഐ മൈനസ് ലോഗ് I0 is equal to മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി അല്ലേ. റൈറ്റ് സൈഡിൽ ഒരു മൈനസ് സൈൻ വരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ദിസ് ഈസ് ലോഗ് എ മൈനസ് ബി ഫോമിലാണ് അല്ലേ. നമുക്കറിയാം ലോഗ് എ മൈനസ് ബി എന്തായിട്ട് എഴുതാം? ലോഗ് ഓഫ് എ ലോഗ് എ മൈനസ് ലോഗ് ബി എ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ബൈ ബി എഴുതാം അല്ലേ. സോ അതുകൊണ്ട് നമുക്കിതിനെ ലോഗ് ഓഫ് I0 മൈനസ് ഐ ഡിവൈഡഡ് ബൈ I0 എന്ന് എഴുതാം. സോ നെക്സ്റ്റ് നമ്മൾ ഇതിനെ ആന്റി ലോഗ് എടുക്കണം അല്ലേ. സോ ആന്റി ലോഗ് എടുക്കുന്ന സമയത്ത് ലോഗ് പോകുന്നു. റൈറ്റ് സൈഡിൽ ഇത് നാച്ചുറൽ ലോഗ് ആയതുകൊണ്ട് എക്സ്പോണൻഷ്യൽ അല്ലെ ഇ ടു ദ പവർ ആയിട്ട് മാറുന്നു. സോ I0 മൈനസ് ഐ divided by I0 is equal to e to the power minus r by l into t. So എന്തായിട്ട് മാറും നോക്കൂ, 1 minus I by I0 is equal to e to the power minus r by l into t. നമുക്ക് ഇതിനെ വീണ്ടും റീഅറേഞ്ച് ചെയ്യുമ്പോൾ അല്ലേ, നമുക്ക് ഈ ടൈമിനെ ലെഫ്റ്റിലേക്ക് എടുക്കണം, എന്നിട്ട് ഇതിനെ റൈറ്റിലേക്ക് എടുക്കണം, എന്നിട്ട് ഐക്കുള്ള ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ കിട്ടും അല്ലേ. സോ I is equal to I0 into 1 minus e to the power minus r by l into t. So this is the required equation. This is the instantaneous current equation in LR circuits. Okay. So നമുക്ക് ഇനി ഇതിന്റെ ചില പ്രോപ്പർട്ടീസ് നോക്കാം. So when t is equal to L by R, when t is equal to L by R, നോക്കൂ t is equal to L by R ആകുന്ന സമയത്ത് നമ്മുടെ കറണ്ട് എന്തായിരിക്കും? ഇവിടെ t is equal to L by R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R by L into L by R ആയിട്ട് മാറും അല്ലേ. മീൻസ് ഇത് ക്യാൻസൽ ചെയ്യുന്നു. സോ മൈനസ് 1 ആയിട്ട് മാറുന്നു. സോ I is equal to I0 into 1 minus e to the power minus 1. നമുക്കറിയാം ഇയുടെ വാല്യൂ 2.7 സംതിങ് ആണല്ലേ. സോ e to the power minus 1 is 1 by e. So it is 0.623 times I0. Okay, means t is equal to L by R ആകുന്ന സമയത്ത് നമ്മുടെ I എന്തായിട്ട് മാറുന്നു? 0.632 I0 ആയിട്ട് മാറുന്നു. എല്ലാ സർക്യൂട്ടിനും ഇങ്ങനെ തന്നെയാണ്, എല്ലാ LR സർക്യൂട്ടിനും ഇങ്ങനെ തന്നെയാണ് അല്ലേ. സോ നമുക്ക് ഈ L by Rനെ വിളിക്കുന്ന ഈ ക്വാണ്ടിറ്റി ടൈം L by R നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈം കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the time taken by LR circuit to grow the current from
0 to 0.632 times the steady state current I0 or the maximum current I0. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ 0.632 times I0 എന്ന് പറയുമ്പോൾ 63.2% of the maximum value I0 ആണ്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ പറയാം. Means the time taken by LR circuit to grow current from 0 to 63.2% of the maximum value or steady state current I0. Okay, so this is the time constant. That this definition is very important. Okay, so നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ നോക്കാം. നമുക്കറിയാം when t is equal to 0 what will be I. നമുക്ക് നേരത്തെ അറിയാലോ t is equal to 0 ആകുന്ന സമയത്ത് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ I 0 ആണെന്ന് അറിയാം. നമ്മുടെ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ നോക്കാം അല്ലേ. when t is equal to 0 this is e to the power minus 0 means 1, so 1 minus 1 is 0, so I is 0. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആണല്ലേ, നമ്മുടെ ഇക്വേഷൻ നമ്മുടെ ഒബ്സർവേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ when t is equal to infinity what will be I. when t is equal to infinity I0 into 1 minus e to the power minus r by l into t. Infinity means e to the power minus infinity. What is e to the power minus infinity? Means 1 by infinity, so it is 0 അല്ലേ. സോ അതുകൊണ്ട് തന്നെ അത് I0 ആയിട്ട് മാറുന്നു എന്നർത്ഥം. ഓക്കെ, നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരക്കാം എന്നർത്ഥം. മീൻസ് t is equal to 0 ആകുമ്പോൾ 0 ആണ്. t is equal to L/R ആകുന്ന സമയത്ത് മീൻസ് ടൈം കോൺസ്റ്റന്റ് ആകുന്ന സമയത്ത് കറണ്ട് 63.2% ആയിട്ട് മാറുന്നു. വീണ്ടും ഗ്രോ ചെയ്ത് അങ്ങനെ പോകുന്നു അല്ലേ. എപ്പോഴാണ് അത് മാക്സിമം കറണ്ട് തിയററ്റിക്കലി അറ്റൈൻ ചെയ്യുന്നത്? തിയററ്റിക്കലി നമ്മുടെ കറണ്ട് ഒരിക്കലും തന്നെ മാക്സിമം കറണ്ട് ആയിട്ട് മാറുന്നില്ല, സ്റ്റഡി സ്റ്റേറ്റ് കറണ്ട് ആയിട്ട് മാറുന്നില്ല. പകരം ഇൻഫിനിറ്റി സമയം കഴിഞ്ഞിട്ടാണ് അല്ലെ, ഇൻഫിനിറ്റി സമയം കഴിയുമ്പോഴാണ് അത് മാക്സിമം കറണ്ട് ആയിട്ട് മാറുന്നത്. സോ തിയററ്റിക്കലി ഒരിക്കലും തന്നെ അത് മാക്സിമം കറണ്ട് ആയിട്ട് മാറും. പക്ഷെ പ്രാക്ടിക്കലി നമുക്കറിയാം വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മൈക്രോ സെക്കൻഡ്സ് അതെന്തായിട്ട് മാറുന്നു, അത് അതിൻ്റെ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഗ്രോത്ത് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ലാർജ് L/R ആണെങ്കിൽ നമുക്കറിയാം, സപ്പോസ് നമുക്ക് രണ്ട് വാല്യൂസ് എടുത്ത് നോക്കാം. സപ്പോസ് ടൈം കോൺസ്റ്റന്റ് L/R ഈക്വൽ ടു നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് 10 മിനിറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അർത്ഥം നമ്മളെ കറണ്ട് 0-യിൽ നിന്നും ഗ്രോ ചെയ്ത് അതിൻ്റെ മാക്സിമം വാല്യൂ I0 ആയിട്ട് മാറാൻ 10 മിനിറ്റ് സമയം എടുക്കുന്നുണ്ട് എന്നർത്ഥം. മറ്റൊരു LR സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റന്റ് L/R നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 സെക്കൻഡാണ്. മീൻസ് അത് വെറും 1 സെക്കൻഡ് സമയം കൊണ്ട് അതിൻ്റെ 63.2% ആയിട്ട് മാറുന്നുണ്ട്. സോ ഏതാണ് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്? 1 സെക്കൻഡ് സമയം കൊണ്ട് 63.2% ആയിട്ട് മാറുന്നതല്ലേ. സോ അതുകൊണ്ട് തന്നെ ലോ L/R ആകുന്ന ലോ L/R ഉള്ള LR സർക്യൂട്ടാണ് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നത്, പെട്ടെന്ന് മാക്സിമത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ലാർജ് L/R ഉള്ള ആൾ അത്രയും സമയം എടുത്തിട്ട് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഗ്രോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്ലോ ആയിട്ടാണ് കറണ്ട് ഗ്രോ ചെയ്യുന്നത് എന്നർത്ഥം. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രോബ്ലം കൂടി നോക്കാം. An EMF of 10 voltage is applied to a circuit having resistance of 10 ohm and inductance of 0.5 Henry. Find the time required by the current to attain 63.2% of its maximum value. What is the time constant of the circuit? ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ഏത് ടൈപ്പ് സർക്യൂട്ട് ആണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പല രീതിയിലുള്ള സർക്യൂട്ടുകൾ പഠിക്കാൻ പോകുന്നുണ്ട്. CR സർക്യൂട്ട്, LCR ഒക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. സോ ദിസ് ഈസ് LR സർക്യൂട്ടാണ് അല്ലേ. കാരണം ഇവിടെ ഒരു റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും മാത്രമേ നമ്മുടെ സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സിന് പുറമെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു LR സർക്യൂട്ടാണ്. സോ LR സർക്യൂട്ടിന് ടൈം കോൺസ്റ്റന്റ് ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, L/R ആണ്. സോ നമ്മുടെ ടൈം കോൺസ്റ്റന്റ് എന്നുള്ള കൺസെപ്റ്റ് അറിയുകയാണെങ്കിൽ നമുക്ക് മനക്കണക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, താങ്ക് യു. So this is the circuit for studying decay of current in LR circuit. Okay, നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രോത്ത് ഓഫ് കറണ്ട് ഇൻ LR സർക്യൂട്ട് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ A to K ഒരു സ്വിച്ച് വഴി കണക്ട് ചെയ്തൊരു സർക്യൂട്ടാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഈ മുകളിൽ കാണുന്ന ഈ ഭാഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സർക്യൂട്ട് ഈ വ്യത്യാസം നമ്മൾ വരുത്തിയത് നോക്കുക. നേരത്തെ ഉണ്ടായിരുന്ന ഈ സർക്യൂട്ടിൽ ഇവിടെ ഒരു സ്വിച്ചും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു അല്ലേ. നമുക്കറിയാം സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കറണ്ട് 0-യിലേക്ക് പോകുമെന്നറിയാം. ബട്ട് ഇവിടെ കറണ്ട്
ജസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സീറോയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്. നമുക്കറിയാം, കാരണം സ്വിച്ച് ഓഫ് ചെയ്യുന്ന മൊമെന്റിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് സീറോയിലേക്ക് പോവുകയായിരിക്കും ചെയ്യുക. കാരണം കറണ്ടിന് ഫ്ലോ ചെയ്യാനുള്ള പാത്ത് അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. ബട്ട് നമുക്ക് അങ്ങനെ അല്ല വേണ്ടത്. നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കറണ്ട് ടൈം എടുത്തുകൊണ്ട് അത് ഡീക്കേ ചെയ്യണം. അപ്പോഴും അതിനുള്ള പാത്ത് അവിടെ അവൈലബിൾ ആയിരിക്കണം. കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള പാത്ത് അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. സോ ഇനീഷ്യലി ഈ ഭാഗം A to K നമ്മൾ കണക്ട് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കറണ്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ അതിന്റെ മാക്സിമം സ്റ്റഡി സ്റ്റേറ്റിലെത്തുന്നു. ആ മൊമെന്റിൽ നമ്മൾ A to K ഡിസ്കണക്ട് ചെയ്യുന്നു, B to K കണക്ട് ചെയ്യുന്നു. നോക്കൂ, B to K കണക്ട് ചെയ്യുന്ന മൊമെന്റിൽ എന്തായിട്ട് മാറും? ഇവിടെ ഓൾറെഡി ഒരു കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, മാക്സിമം കറണ്ട് ഉണ്ട്. ആ കറണ്ട് എന്തായിട്ട് മാറുന്നു നോക്കൂ. ആ കറണ്ട് ഇവിടെ ഇങ്ങനെ പോകുന്നു എന്നർത്ഥം അല്ലെ, ഇങ്ങനെ ഈ പാത്തിലൂടെ പോകുന്നു. സോ ഈ പാത്തിലൂടെ അപ്പോൾ എന്തില്ല? ഇവിടെ വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് കറണ്ട് സാവധാനം അല്ലെ, ഇവിടെ ആറിലൂടെയും എല്ലിലൂടെയൊക്കെ പോകുന്ന കറണ്ട് ഈ ആറിന്റെ എഫക്റ്റ് കൊണ്ട് സാവധാനം അത് ഡീക്കേ ചെയ്ത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെ സീറോയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഡീക്കേ ചെയ്യുന്ന കറണ്ടിന്റെ ഇൻസ്റ്റന്റേനിയസ് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം, അതിന്റെ റേറ്റ് കണ്ടുപിടിക്കണം, അവിടെയുള്ള ടൈം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നേരത്തെ ഉള്ള ഇക്വേഷൻ പോലെ തന്നെ നമുക്ക് നോക്കൂ, നമുക്ക് ഈ സർക്യൂട്ടിന്റെ ഇക്വേഷൻ ആണ് അപ്പോൾ ആക്ച്വലി വേണ്ടത് അല്ലെ. നമ്മൾ ഈ സർക്യൂട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സർക്യൂട്ടിൽ നോക്കൂ, ഇവിടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ബാക്ക് EMF അവിടെയും ഉണ്ടാവും. ദ ബാക്ക് EMF is given by minus L into di by dt അല്ലെ, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ സർക്യൂട്ടിന്റെ നമ്മുടെ കിർച്ചോഫ് ലോ ഉപയോഗിച്ച് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും നോക്കൂ. അവിടെ വോൾട്ടേജ് സോഴ്സ് ഇല്ല അല്ലെ. ഈ സെക്ഷനിൽ നമുക്ക് എന്ത് വരുന്നില്ല? വോൾട്ടേജ് സോഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. സോ വോൾട്ടേജ് സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ zero, so 0 is equal to IR plus L di by dt. സോ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ എളുപ്പമാണ്. ഐ ഉള്ള ടേംസിനെ നമുക്ക് ഒരു ഭാഗത്തേക്ക് റീഅറേഞ്ച് ചെയ്യാം, മറ്റു ടേംസിനെ മറ്റൊരു ഭാഗത്തേക്ക് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് di by I is equal to minus R by L into dt. നമ്മൾ ജസ്റ്റ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെ നാച്ചുറൽ ലോഗ് ആണ്, ഞാൻ ln തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കൂ, സോ ln I is equal to minus R by L into t അല്ലെ. ഇന്റഗ്രൽ dt is t plus c, the constant of ഇന്റഗ്രേഷൻ. കാരണം ഇതൊരു ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്, ലിമിറ്റ്ലെസ് ഇന്റഗ്രൽ ആണ് അല്ലെ. ഇനി നമുക്ക് ഈ സി കണ്ടുപിടിക്കണം, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മൾ കറണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓൾറെഡി സ്റ്റഡി ആയിട്ടുള്ള മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. സോ അതുകൊണ്ട് when t is equal to 0, the current I is equal to I0. when t is equal to 0, the current I is equal to I0 ആണ് അല്ലെ. കാരണം സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കറണ്ട് I0 ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കൂ. ലോഗ് I0 is equal to I substituted by I0 and t substituted by 0. So log I0 is equal to 0 plus c, that is c is equal to log I0. നമ്മൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. that is log I is equal to minus R by L into t plus log I0. നമ്മൾ നേരത്തെ പോലെ log I0 ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. that is log I minus log I0 is equal to minus R by L into t or log A minus log B. നമുക്ക് log A by B ഫോർമുല എഴുതാം അല്ലെ. സോ ഇങ്ങനെ എഴുതുന്നു. then ആന്റി ലോഗ് എടുക്കുന്നു. സോ ഇതൊരു നാച്ചുറൽ ലോഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരും? I by I0 is equal to e to the power minus R by L into t, or I is equal to I0 e to the power minus R by L into t. So this is the required equation. This is the equation for instantaneous current in a LR circuit. In a LR circuit. Okay. So ഈ നമുക്ക് നമ്മുടെ ടൈം കോൺസ്റ്റന്റ് എന്താണ് എന്ന് നോക്കാം. നോക്കൂ, so the instantaneous current for the decaying LR circuit is I is equal to I0 e to the power minus R by L into t. So when t is equal to L by R, or when t is equal to tau is equal to L by R, then what will be I? So I is equal to I0 into e to the power
minus r by l into l by r എന്ന് വരും അല്ലേ? കാരണം t is equal to l by r ആണല്ലോ. So this r by l into l by r get cancelled, means e to the power minus 1. What is e to the power minus 1 by e? That is 0.368 I0. Means L by R ആകുന്ന സമയത്ത് t is equal to L by R ആകുന്ന സമയത്ത് the current reduces to 0.368 I0 or 36.8% of I0 ആയിട്ട് നമ്മുടെ കറണ്ട് reduce ചെയ്യുന്നു എന്നർത്ഥം. So this L by R is again the time constant. So it is defined as the time taken by LR circuit to decay current from the steady state maximum I0 to 0.368 times the I0, or the time taken by LR circuit to decay current from the steady state maximum I0 to 36.8% of the maximum current I0. അല്ലെ, ഇപ്പം നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എനിവേ ഫോർ എനി ടൈപ്പ് ഓഫ് LR സർക്യൂട്ട് അല്ലെ, അത് കറണ്ട് ഗ്രോ ചെയ്യുന്ന കേസായാലും കറണ്ട് ഡീക്കേ ചെയ്യുന്ന കേസായാലും അതിൻ്റെ ടൈം കോൺസ്റ്റന്റ് ഈസ് ടോസ് ഈക്വൽ ടു L by R. ഈ കറണ്ട് ഗ്രോ ചെയ്യുന്ന കേസിൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് 0-യിൽ നിന്ന് 63.8% ആയിട്ട് 63.2% ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ട സമയമായിരുന്നു. ഇവിടെയാണെങ്കിൽ 36.8% ആയി മാക്സിമത്തിൽ നിന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ട സമയമാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ള വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ നേരത്തെയുള്ള മറ്റു രണ്ട് ഡെഫിനിഷൻസ് നമ്മളെ ഇക്വേഷൻസ് ഫോളോ ചെയ്യുന്നില്ലേ നോക്കാം. നമുക്കറിയാം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് മീൻസ് വെൻ t is equal to 0 the current is maximum or the current is I is equal to I0. അത് നമ്മുടെ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നില്ലേ നോക്കാം. നോക്കൂ, when t is equal to 0 this e to the power minus r by l will be 1 അല്ലേ, കാരണം e to the 0 is 1. So this is I0 into 1, so I is equal to I0. ഓക്കെ, അതേപോലെ നമുക്കറിയാം സ്വിച്ച് ഓഫ് ചെയ്ത് കുറേ സമയം കഴിയുമ്പോൾ അല്ലെ എന്തായിട്ട് മാറുന്നു, അത് 0 ആയിട്ട് മാറുന്നു. സോ നമുക്ക് അങ്ങനെ വരുന്നില്ലേ നോക്കാം. സോ തിയററ്റിക്കലി നമുക്കറിയാം ഇൻഫിനിറ്റി സമയം കഴിയുമ്പോഴായിരിക്കും അല്ലെ. സോ വെൻ t is equal to infinity this becomes e raised to minus infinity or e to the power minus infinity. That is 1 by e to the power minus infinity. E to the power infinity is greater infinity, so then 1 by infinity will be 0, so it becomes 0. So when t is equal to infinity the current becomes 0. So theoretically നേരത്തെ പറഞ്ഞതുപോലെ ഇൻഫിനിറ്റി സമയം കൊണ്ടാണ് കറണ്ട് 0-യിലേക്ക് പോകുന്നത്, അല്ലാതെ ഒരിക്കലും അതെന്ത് ചെയ്യുന്നില്ല 0-യിൽ എത്തുന്നില്ല എന്നർത്ഥം. ബട്ട് പ്രാക്ടിക്കലി നമുക്കറിയാം within some definite time it will reach the practical 0. So this will be the curve. This is a purely exponential decrease ആണ് അല്ലെ. എക്സ്പോണൻഷ്യൽ ആയിട്ട് ഇങ്ങനെ ഡിക്രീസ് ചെയ്ത് വരുന്നു. L by R സമയം കൊണ്ട് ടോസ് ഈക്വൽ ടു L by R സമയം കൊണ്ട് ടൈം കോൺസ്റ്റന്റ് സമയം കൊണ്ട് അതിൻ്റെ 36.8% ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എപ്പോഴായിരിക്കും ഫാസ്റ്റ് ആയിട്ട്, ഏത് LR സർക്യൂട്ട് ആയിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് ഡീക്കേ ചെയ്യുന്നത്, ഏത് LR സർക്യൂട്ട് ആയിരിക്കും സാവധാനം ഡീക്കേ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഗ്രോ ചെയ്യുന്ന കേസിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ദി ടൈം ടേക്കൺ ബൈ LR സർക്യൂട്ട് ടു റെഡ്യൂസ് ദി 36.8% of the maximum is L by R, the time constant. So ഈ സമയം ചുരുങ്ങുക എന്ന് പറയുമ്പോൾ അല്ലെ, ഈ സമയം വളരെ കുറവാണെന്ന് പറയുമ്പോൾ അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഫോർ സേ when t is equal to 1 second means 1 second സമയം കൊണ്ട് ടോസ് ഈക്വൽ ടു 1 second ആണെങ്കിൽ L by R is equal to 1 second ആണെങ്കിൽ 1 second സമയം കൊണ്ട് നമ്മുടെ കറണ്ട് അത് അതിൻ്റെ മിനിമത്തിലേക്ക് അല്ലെങ്കിൽ 36.8%ലേക്ക് പോകുന്നു എന്നർത്ഥം. ഇനി മറ്റൊരു LR സർക്യൂട്ടിന്റെ L by R ഈക്വൽ ടു 1 മിനിറ്റ് ആണെങ്കിൽ 1 മിനിറ്റ് സമയം കൊണ്ടേ അത് എവിടെ എത്തുന്നുള്ളൂ, 36.8%-ൽ എത്തുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും അത് ഫാസ്റ്റ് ആയിട്ട് ഡീക്കേ ചെയ്യുന്നത്, അത് സ്മോൾ L by R ആകുന്ന സമയത്ത് അത്രയും കുറഞ്ഞ സമയം കൊണ്ട് അതെന്ത് ചെയ്യുന്നു, അത് ഡീക്കേ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ മിനിമത്തിൽ എത്തുന്നു. നേരെ മറിച്ച് ലാർജ് L by R ആണെങ്കിൽ അത്രയും സമയം എടുത്തിട്ടേ അതെന്ത് ചെയ്യുന്നുള്ളൂ, ഡീക്കേ ചെയ്യുന്നു. ഇപ്പോൾ ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ചെയ്യുന്നത് അല്ലെ, ഫാസ്റ്റ് ആയിട്ട് ഡീക്കേ ചെയ്യുന്നത് സ്മോൾ L by R വരുന്ന ആളുകളാണ്. വളരെ സ്ലോ ആയിട്ട് സാവധാനം ഡീക്കേ ചെയ്യുന്നത് ലാർജ് L by R ഉള്ള സർക്യൂട്ടുകളാണ്. ഓക്കെ,
സോ നമുക്ക് വീണ്ടും ഒരു പ്രോബ്ലം നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. An inductance of 500 millihenry and a resistance of 5 ohms are connected in series with an EMF of 10 volts. Find the final current. If now the cell is removed and the two terminals are connected together, find the current after 0.05 second and 0.2 second. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്ക് ഫൈനൽ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫൈനൽ കറണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറണ്ട് ഇവിടെ ഗ്രോ ചെയ്യുന്ന കേസ് ആവണം അല്ലെ. ഇനീഷ്യലി കറണ്ട് ഗ്രോ ചെയ്യുന്ന കേസാണ്. കാരണം നമ്മളൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു EMFും കണക്ട് ചെയ്തിട്ടുണ്ട്. EMF കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ കറണ്ട് സീറോയിൽ നിന്ന് ഗ്രോ ചെയ്യുകയായിരിക്കും ചെയ്യുക. നമ്മൾ അതിനുശേഷം സോ ദ മാക്സിമം കറണ്ട് ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം നോക്കൂ, ദ സെൽ ഈസ് റിമൂവ്ഡ്. നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യുന്നു. സോ നമ്മുടെ ഡീക്കേയിങ് കേസിലേക്ക് വരികയാണ്. സെല്ല് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സർക്യൂട്ടിൽ ആരൊക്കെയാണുള്ളത് നോക്കൂ. നമ്മൾ റെസിസ്റ്റൻസും അതേപോലെ തന്നെ റെസിസ്റ്ററും പിന്നെ നമ്മുടെ ഇൻഡക്ടറും മാത്രമാണ് സർക്യൂട്ടിൽ റിമൈൻ ചെയ്യുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, കറണ്ട് ഡീക്കേ ചെയ്യുകയാണ്. സോ വാട്ട് ഈസ് ദ കറണ്ട് ആഫ്റ്റർ 0.05 second and 0.2 second. Okay, so calculate it. Okay, thank you.